ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും റിക്വസ്റ്റ് വരുന്ന കാര്യമാണ് തുടക്കക്കാർക്ക് പറ്റിയൊരു വീഡിയോ ചെയ്യണം. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തയ്ക്കാൻ പോണവർക്കും ഒരു പേടിയും കൂടാണ്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വേഗം ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. കട്ടിങ്ങിലേക്ക് കിടക്കണേക്ക് മുമ്പായിട്ട് ഒരു കാര്യം പറയാനാണ് വന്നത്. അതായത് എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണവരുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യണവരുണ്ട്. അതിൽ ചെറിയ കുട്ടികളും വരുന്നുണ്ട്, ഒരു 18 വയസ്സിന് താഴെയുള്ളവരും ഒരു 35-40 വയസ്സുള്ളവരൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊരു കാര്യമാണ്, വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ക്രോഷ്യോൻ്റെ വർക്കുകൾ അത് പഠിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 മാസത്തെ കോഴ്സ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി തുടക്കക്കാർക്ക് പറ്റുന്നൊരു ക്ലാസ്സാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഫീസ് വരുന്നത് 999 രൂപയാണ്. അതുമാത്രമല്ല ആദ്യം ചേരുന്ന 10 പേർക്ക് 10% ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 17-ാം തീയതിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരുടെ വാട്സപ്പ് നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു വരുമാന മാർഗം കൂടിയല്ല. കാരണം ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഈ ഒരു കീ ചെയിനൊക്കെ എന്ത് ക്യൂട്ടാണല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കും ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തേരാം കേട്ടോ. ആദ്യമേ തന്നെ തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തുണി ജസ്റ്റ് വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേക്കുകയാണ് കേട്ടോ. അപ്പോൾ വീതിക്ക് ആദ്യമേ തന്നെ തുണി ഒന്ന് ഹാഫായിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതിൻ്റെ മടക്ക് ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ സൈഡ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ജസ്റ്റ് ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേ ഉള്ളൂ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഓപ്പൺ സൈഡ് ഇവിടെ, അതുപോലെ തന്നെ മടക്ക് വശം വരുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് ആദ്യമേ തന്നെ അടിഭാഗത്തേക്കുള്ള പ്ലീറ്റ്സിൻ്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പം ഞാൻ 8 ഇഞ്ചിലാണ് പ്ലീറ്റിന് ലെങ്ത്ത് കൊടുക്കണേ. അപ്പോൾ 8 ഇഞ്ച് മാത്രം കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൊടുക്കണം. 1 ഇഞ്ച് ആ പ്ലീറ്റിൻ്റെ അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ആ ഒരു മുകൾ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടും. അപ്പോൾ 8ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 9.5 ഇഞ്ചിലാണ് കേട്ടോ പ്ലീറ്റിനുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പ്ലീറ്റ്സ് ചെയ്തെടുക്കാനായിട്ട് 9.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ 3 പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പീസിൻ്റെയും ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. അങ്ങനെ 1, 2, 3 പാർട്ടിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പ്ലീറ്റ്സിനായിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1, 2, 3 അങ്ങനെ 3 പീസാണ് നമ്മൾ പ്ലീറ്റ്സിനായിട്ട് കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഒരു 3 പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 3 പീസ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിഭാഗത്തേക്ക് കുഞ്ഞൊരു ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബോഡി പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സിനുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബോഡി പോർഷൻ കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീതിക്ക് ഈ ഒരു തുണീനെ, ബാക്കിയുള്ള തുണീനെയും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ സൈഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തുണീനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ വീതിക്കാണ് മടക്കി ഇട്ടിരിക്കണേ. ഇനി നീളത്തിൽ ഒന്നും കൂടി ഇതിനെ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഞാൻ ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കി ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുണീനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു മുകൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതേ കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗമാണ് ഈ ഒരു മുകൾ ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 പീസായിട്ട് മടക്കാണ് കേട്ടോ വരണേ. 2 പീസായിട്ട് മടക്കി വെച്ചാണ് വരണേ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് വരണേ. അതുപോലെ തന്നെയാണ് അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ മടക്കിയിട്ടാൽ മതി. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം.
ആദ്യമേ തന്നെ ഞാനിവിടെ ഷോൾഡർ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ അതേ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ ലെങ്ത്തും 6.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനൊന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതേ നേരെ അടിയിലേക്ക് ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 35 ചെസ്റ്റിൻ്റെ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ഞാനിവിടെ 9.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ഞാൻ 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണേ. അതും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊന്ന് സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 12.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ 12.5 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത്, നമ്മുടെ സ്ലിറ്റ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം, അത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 18 ഇഞ്ചിലാണ്. അപ്പോൾ അതേ 18 ഇഞ്ചിൽ വേറൊരു മാർക്കിങ്ങും കൊടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണങ്ങ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേസ്റ്റിൻ്റെ അവിടെ 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണേ. 1.5 ഇഞ്ച് അവിടെയും തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 10 ഇഞ്ച് എവിടെയാണോ വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 10 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെയും കൊടുത്തു. അപ്പോൾ നമ്മൾ 3 മെഷർമെൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് ഷേപ്പ് ചെയ്തങ്ങ് വരയ്ക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് സാധാ എ ലൈൻ ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് ചെരിച്ച് അങ്ങ് അറ്റം വരെ വരച്ചു പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഫുൾ ലെങ്ത്തിൻ്റെ കാര്യം. എനിക്കിവിടെ ഫുൾ ലെങ്ത്ത് വേണ്ടത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 44 ഇഞ്ച് വേണം. അതിൽ 8 ഇഞ്ച് നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 44ൽ നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 36 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് 36 ഇഞ്ച് വേണം. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു 36ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം. ആ 1 ഇഞ്ച് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടിഭാഗത്ത് 1/2 ഇഞ്ച് ഫ്രില്ല് അറ്റാച്ച് ചെയ്യാനും മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ ചെരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും. അങ്ങനെ 36ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ലെങ്ത്ത് 37 ആണ് കേട്ടോ നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് എടുത്തു കൊടുക്കണേ. അത് നമ്മൾ ആദ്യമേ പറയേണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതേ ഫുൾ ലെങ്ത്ത് ഞാൻ 37 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടിഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അടിഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 2 ഇഞ്ച് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് അറ്റം വരെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ടൊന്ന് വരച്ചാൽ മതി. ഈ ഒരു അടിഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ജസ്റ്റ് എന്നിട്ടൊന്ന് കർവ് ചെയ്ത് ഈ ഒരു അടിഭാഗമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ അടിഭാഗവും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ വീതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 5 ഇഞ്ചും ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ റൗണ്ട് നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കണേ. അപ്പോൾ ഒന്ന് കർവ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഫ്രണ്ടിൽ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ചെരിച്ച് വരയ്ക്കാം. അങ്ങനെ ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അടിയിലേക്ക് ടേപ്പ് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് 6 ഇഞ്ചാണ് കിട്ടണേ. അപ്പോൾ 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ 6 അതിൻ്റെ കറക്റ്റ് പകുതി 3 ഇഞ്ചാണ് വരണേ. 3 ഇഞ്ചിലൊരു മാർക്കിങ്ങും കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്ത് ആം ഹോൾ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആം ഹോൾ കർവും വരച്ചിട്ടുണ്ട്. ഇനി ഇത് നീറ്റായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണ്ട കേട്ടോ. ഈ ഒരു സൈഡ് അറ്റം വരെ അങ്ങ് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. സ്ലീവ്സൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ദേ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് എടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷനിൽ കട്ട് ചെയ്യരുത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദേ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്ക് പോർഷനിലെ നെക്ക് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നെക്കിൻ്റെ വീതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ ഇറക്കം ഞാൻ ബാക്ക് നെക്ക് 4 ഇഞ്ചാണ് കേട്ടോ ഇറക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കും റൗണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ കൊടുക്കണേ. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് ബാക്ക് പോർഷനിലെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു പീസ് ക്ലോത്ത് എടുക്കുക. ദേ ഒരു പീസ് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ്റെ അടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേ കറക്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും കാണിക്കാം. ദേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ ഓപ്പൺ സൈഡ് ഇവിടെ മടക്ക് ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്ത്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ഷേപ്പ് തന്നെ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പീസ് നമുക്ക് കളയാം. ഈ ഒരു നെക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗത്തേക്ക് ഭംഗിയായിട്ട് അതേ ഷേപ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു തുണീനെ ഷേപ്പ് ചെയ്ത് അതേ ഷേപ്പ് തന്നെ ഒന്ന് അടിഭാഗത്തും ഈ ഒരു അറ്റഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് നെക്ക് മറച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്ക് പോർഷനിലെ നെക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള പീസ് നമ്മളിവിടെ ഭംഗിയായിട്ട് സിമ്പിളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ദേ ബാക്ക് പോർഷനിലെ നെക്കും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ സൈഡിൽ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യണേക്ക് മുമ്പായിട്ട് ഞാൻ നെക്കിൽ ചെറുതായിട്ട് ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രില്ല് കൊടുക്കാനായിട്ട് 2.5 ഇഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് തുണി നമുക്ക് കിട്ടും. നല്ല അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തോരം ഫ്രില്ലടിക്കാൻ വേണമെന്ന് നമുക്കറിയില്ല, അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രില്ലിനായിട്ടുള്ള തുണി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് നമുക്ക് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനും. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇത് 2 പീസ് തുണി ഉണ്ട്. 2 പീസ് തുണി ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ഓപ്പൺ വരുന്ന ഭാഗം ഇവിടെയാണ്. ഈ ഒരു മടക്ക് വശത്ത് മുകൾ ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 4.5 ഇഞ്ചാണ്. 4.5യുടെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഈ ഒരു മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് ഇവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നേരെ അടിയിലേക്ക് ഞാനൊരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഞാനൊരു 3 ഇഞ്ച് സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഈ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് ആ ഒരു പോയിന്റ് വരിക, മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് 1.5 ഇഞ്ചോളം ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് നേരെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് തയ്യൽ തുമ്പാണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്കൊന്ന് കർവ് ചെയ്ത് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ദേ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഈ 2 പോയിന്റും ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ മാർക്കിങ്. ഇനി ഇത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഞാനൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത പീസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് ചെയ്യാനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത പോലെ ആ ഒരു അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിനുള്ള പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.